എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. 9ാം ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻസും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒറ്റ വേരിയബിളിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ പോകാം. അതാ, when each side of a square is increased by 2, its perimeter became 36 centimeter. What was one side? When each side of a square is increased by 2 centimeter, ഓരോ സൈഡും 2 സെന്റിമീറ്റർ നീട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു സ്ക്വയർ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയ സ്ക്വയറിന്റെ പെരിമീറ്റർ 36 ആണ്. വാട്ട് വാസ് ഇറ്റ്സ് വൺ സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ നോക്കിയേ. പെരിമീറ്റർ എത്രയാണ്? 36 ആണ്. അപ്പോൾ ഒരു സൈഡ് എത്രയായിരിക്കും? സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ 36 ആണെങ്കിൽ ഒരു സൈഡ് 36/4 9 എന്ന് കിട്ടും. അതെപ്പോഴാണ്? 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉള്ള വൺ സൈഡ് ആണ് 9. അപ്പോൾ 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പോ 2 സെന്റിമീറ്റർ കുറയും. 9 - 2 7. അപ്പോൾ 7 സെന്റിമീറ്റർ ആണ് ആൻസർ. അത് നമുക്ക് വേരിയബിൾ ഉപയോഗിച്ച് ചെയ്താലോ? അപ്പോൾ ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ ഓരോ വശവും 2 സെന്റിമീറ്റർ നീട്ടിയപ്പോൾ കിട്ടിയ പുതിയ സ്ക്വയർ ആണിത്. അപ്പോൾ മനക്കണക്കായിട്ട് ചെയ്യുന്ന രീതിയാണ്. പെരിമീറ്റർ 36. അപ്പോൾ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ 36/4 9 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയാണ് 9 സെന്റിമീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉള്ളതാണ് 9 സെന്റിമീറ്റർ. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് അത് 9 - 2 7 സെന്റിമീറ്റർ. ഇത് നമുക്ക് വേരിയബിൾ ഉപയോഗിച്ച് ചെയ്യാം. ലെറ്റ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു x എന്ന് എടുക്കുക. അതായത് ഈ സ്ക്വയറിന്റെ വൺ സൈഡ് x ആണ്. ഓരോ സൈഡും 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ വലിയ സ്ക്വയർ ഇതാണ്. അതിന്റെ വൺ സൈഡ് എന്തായിരിക്കും? x+2 ആയിരിക്കും. അപ്പൊ x+2 വൺ സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് 36. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 × 1 സൈഡ്. ഈ 4 സൈഡിന്റെയും കൂടി ലെങ്ത് ആണ് പെരിമീറ്റർ. 4 × x+2 36. അപ്പൊ x+2 എന്ത് വരും? 36/4. അപ്പൊ x+2 എന്ന് പറഞ്ഞാൽ 9. 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ x+2 ആണ് 9 എങ്കിൽ x 9 - 2 ആഡ് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാനാവും. 9 - 2 7. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളതാണ്? 9ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. നമുക്ക് വേറെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊന്ന് മാറ്റി നോക്കാം. When each side of a square is increased by 2, its area became 36 meter square. അങ്ങനെ ഇവിടെ പെരിമീറ്റർ ആയിരുന്നു, ഇവിടെ എന്താക്കി? ഏരിയ. അപ്പൊ ഇവിടെ ഒന്ന് മനക്കണക്കായിട്ട് ആലോചിച്ച് നോക്കിയേ. ഏരിയ 36 ആണെങ്കിൽ വൺ സൈഡ് എത്രയായിരിക്കും? ഒരു സൈഡിന്റെ സ്ക്വയർ ആണ് ഏരിയ അല്ലെ. അപ്പോൾ 36 കിട്ടിയത് സ്ക്വയർ എടുത്തപ്പോഴാ. അപ്പൊ സ്ക്വയർ എടുക്കുന്നതിന് മുമ്പ് 36ന്റെ സ്ക്വയർ റൂട്ട് 6 ആയിരിക്കും വൺ സൈഡ്. അതെപ്പോഴ്? 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ. 2 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 6. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പോ 6 - 2 4. മനക്കണക്കായിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് വൺ സൈഡ് 6. അപ്പോൾ ഏരിയ ഒറിജിനൽ സ്ക്വയറിന്റെ വൺ സൈഡ് 4 മീറ്റർ എന്ന് കിട്ടി. ഇത് വേരിയബിൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലോ ഇവിടുത്തെ പോലെ തന്നെ ലെറ്റ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ്. ഈ ഫിഗർ ഇത് തന്നെയാണ്. അപ്പൊ x+2 ആയിരിക്കും വൺ സൈഡ് ഓഫ് ദി ന്യൂ സ്ക്വയർ. ഈച്ച് സൈഡ് ഈസ് ഇൻക്രീസ്ഡ്. വൺ സൈഡ് വിൽ ബി x+2. അപ്പൊ x+2 സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. അപ്പൊ x+2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. അപ്പൊ x+2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 36. അതായത് x+2 ഈക്വൽ ടു 6. അപ്പൊ x ഈക്വൽ ടു 6 - 2 4. അത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഇവിടുത്തെ കിട്ടിയത് നമ്മൾ വേരിയബിൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് എഴുതിയതാണ്. അതായത് ഓരോ സൈഡും 2 മീറ്റർ കൂട്ടിയപ്പോൾ ഓരോ സൈഡ് x+2 ആയി. അപ്പോഴുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ x+2 സ്ക്വയർ, അതാണ് 36. അപ്പൊ x+2 എന്ന് പറഞ്ഞാൽ 36ന്റെ സ്ക്വയർ റൂട്ട് 36. അപ്പൊ x എന്ന് പറഞ്ഞാൽ 6+2 അപ്പുറം ചെല്ലുമ്പോൾ -2 ആവും. അപ്പൊ 6 - 2 ദാറ്റ് ഈസ് 4 മീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, വേറെ എക്സാമ്പിളിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. When each side of a square was reduced by 2 meter, its area became 49 meter square. What was the length of the side of the square? മനക്കണക്കായിട്ട് ചെയ്യാൻ നോക്കിയേ. ഓരോ സൈഡും 2 മീറ്റർ കുറച്ചപ്പോഴുള്ള ഏരിയ ആണ് 49. ഏരിയ 49 ആണ്. വൺ സൈഡ് എത്രയാ? റൂട്ട് ഓഫ് 49. റൂട്ട് ഓഫ് 49 എത്രയാ? 7. അപ്പോൾ 7 ആണ് ഒരു സൈഡ്. എപ്പോഴ്? 2 മീറ്റർ കുറച്ചപ്പോൾ. അപ്പൊ കുറയ്ക്കണതിന് മുമ്പോ
9 മീറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്കത് വേരിയബിൾ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പൊ ഇതുപോലെ ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ വൺ സൈഡ് എക്സ് ആണ്. അതിന്റെ ഓരോ സൈഡും 2 മീറ്റർ ഇങ്ങനെ കുറച്ചപ്പോഴുള്ള പുതിയൊരു സ്ക്വയർ ഫോം ചെയ്തു കേട്ടോ. ഈ സ്ക്വയറിന്റെ അപ്പൊ വൺ സൈഡ് എത്രയായിരിക്കും? ഇത്രയും എക്സ് ആണ്, ഇത്രയും 2 ആണ്. അപ്പൊ ഈ എക്സിൽ നിന്ന് 2 റെഡ്യൂസ് ചെയ്തു. അപ്പോ x-2 സൈഡുള്ള സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 49. അപ്പൊ x-2 വശമായിട്ട് വരുന്ന സൈഡായിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ x-2 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ x-2 ദി ഹോൾ സ്ക്വയർ എത്രയാണ് തന്നിട്ടുണ്ട്? 49. അപ്പൊ x-2 എന്തായിരിക്കും? √49 ദാറ്റ് ഈസ് 7 എന്ന് കിട്ടും. അപ്പൊ x-2 7 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് വരും 7 + 2 9 മീറ്റർ. അപ്പൊ വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ വാസ് എത്രയാണ്? 9 മീറ്റർ. ക്ലിയർ ആയോ? നമ്മൾ മനക്കണക്കായിട്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പോൾ വേരിയബിൾ എടുത്ത് ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി. There is a 2 meter wide path around a square ground. The area of the ground and the path together is 1225 meters square. Find the area of the ground alone. ഒരു ഫിഗർ ഒക്കെ ഒന്ന് വരച്ചു നോക്കിയാലോ? ഒരു സ്ക്വയർ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് എന്തുണ്ട്? 2 മീറ്റർ വീതിയിൽ ചുറ്റും ഒരു പാതയുണ്ട്. എ പാത്ത് അറൗണ്ട് ഓൾ അറൗണ്ട് ഇറ്റ്. അതായത് ഈ സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ചുറ്റും ഒരു പാതയുണ്ട്. ഈ ഗ്രൗണ്ടും പാതയും കൂടി ചേർന്നുള്ള ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് 1225 മീറ്റർ സ്ക്വയർ. അതായത് ഏരിയ ഓഫ് ദി ഔട്ടർ സ്ക്വയർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എന്തായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ കിട്ടണമെങ്കിൽ ഗ്രൗണ്ടിന്റെ വൺ സൈഡ് കിട്ടണം. അപ്പൊ ഈ ഗ്രൗണ്ടിന്റെ വൺ സൈഡ് അറിയാമെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്രൗണ്ടിന്റെ വൺ സൈഡ് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അതെ, ലെറ്റ് വൺ സൈഡ് ഓഫ് ദി ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇന്നർ സ്ക്വയർ ബി എക്സ് എന്ന് എടുത്തു. അപ്പൊ വൺ സൈഡ് ഓഫ് ദി ഔട്ടർ സ്ക്വയർ എത്രയായിരിക്കും? ഈ പുറത്തുള്ള സ്ക്വയറിന്റെ വൺ സൈഡ് എത്രയായിരിക്കും? ഇവിടെ ഈ എക്സിന്റെ കൂടെ ഇവിടെയും 2 കൂട്ടിയിട്ടുണ്ട്, ഇവിടെയും 2 കൂട്ടും. ഇത്രയാണ് എക്സ്. അപ്പൊ 2 വശത്തും 2 2 4 കൂടുമ്പോ വൺ സൈഡ് ഓഫ് ദി ഔട്ടർ സ്ക്വയർ ഈസ് x+4. ഇത്രയും x+4 ആണ്. അപ്പൊ ഈ x+4 സൈഡായിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് 1225. അതായത് ഈ സ്ക്വയർ ഗ്രൗണ്ടും പാത്തും കൂടി ഉൾപ്പെടെയുള്ള ഏരിയ. ദാറ്റ് ഈസ് x+4 ദി ഹോൾ സ്ക്വയർ. അതാണ് 1225. അപ്പോ x+4 the whole square is equal to 1225. So x+4 will be square root of 1225. അപ്പോൾ 1225 സ്ക്വയർ റൂട്ട് അവസാനം 25 വരുന്ന സ്ക്വയർ റൂട്ട് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ എളുപ്പവഴിയുണ്ട്. 25 ആയതുകൊണ്ട് യൂണിറ്റ് പ്ലേസിൽ 5 ആയിരിക്കും. 12 വന്നിരിക്കുന്നത് 3 × 4 ആണ് 12. അപ്പൊ 35 ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ x+4 എന്ന് പറഞ്ഞത് 35. 35 × 35 ആണ് 1225. അപ്പൊ x+4 35 ആണ്. x എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ അങ്ങോട്ട് കുറയ്ക്കണം. 35 - 4 that is 31 is one side of the ground. So what is the area of the ground? Area of the ground is 31 square. That is 961 meters square. അപ്പൊ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ ആണ് ചോദിച്ചത്. ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ 31 സ്ക്വയർ ദാറ്റ് ഈസ് 961 മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ 1-2 പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.